ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ കുരിശുനിരുത്ത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഞാൻ എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ മൊത്തം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ പള്ളിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഞാൻ തിരിച്ച് റിട്ടേൺ ഇത് ചെയ്യുന്നതാണ്, ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. കാരണം പാട്ടെന്ന് പറയുന്ന സാധനം കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാലാപ്പള്ളി വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബർ മാത്രമല്ല, അവളെൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയ വന്ന കാലം പോലും ഞങ്ങളും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ ഒത്തിരി നാളായിട്ട് എന്നോട് പറയുമായിരുന്നു പാലാപ്പള്ളി പെരുന്നാൾ തുടങ്ങുമ്പോൾ സ്തുതിമോളെ ക്ഷണിക്കുക, അപ്പോൾ സ്തുതിമോള് തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് എന്നും എൻ്റെ അടുത്ത് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടായും പിള്ളേരും അപ്പൂസും കൂടി ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇതേ കൊണ്ടുപോകുന്ന പന്നീനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒറിജിനലായിരിക്കും എന്ന്. പിന്നെ ഇതേ ഈ ആളെ കണ്ടോ, ഈ ആളെൻ്റെ ഒരു കട്ട ഫാനാണ് കേട്ടോ. പേര് ഐശ്വര്യ. കണ്ടോ, പുള്ളി വാ തോരാതെ പറയുന്നത് കണ്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ ജീവിതം ഭയങ്കര സങ്കടകരമാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടോ പരസ്പര ബന്ധമില്ലാതാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എടുത്ത വീഡിയോ കോപ്പിറൈറ്റ് അടിച്ചുകൊണ്ട് പാട്ടോട് എന്നെ സെക്യൂരിറ്റി കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ കണ്ട് മനസ്സിലായി ഓടി വന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ പുള്ളി ഒത്തിരി സംസാരിച്ചു, അതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് പാട്ട് പ്രശ്നമായതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ഐഷുവിനെ പരിചയപ്പെട്ടു. ഐഷു ആദ്യമായിട്ട് എന്നെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയെടുക്കുക ചെയ്തു. സത്യം പറഞ്ഞാൽ നെഞ്ച് പൊട്ടിപ്പോണ ഒരു ജീവിതമാണ് കേട്ടോ ആ കുഞ്ഞിൻ്റെത്, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സുണ്ടപ്പനും ഞാനും അവിടെ കഥ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ആൾക്കാരെ നോക്കി ചിരിക്കുന്നത്. അവൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും അത് വേണം ഐസ്ക്രീം, പനിയാണ് സുണ്ടപ്പന്, എന്നിട്ട് ഇത് വേണം, ഐസ്ക്രീം വേണം, ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞ് അലമുറ ഇടുന്നതാണ് കാണുന്നത്. എന്നെക്കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കട ഭയങ്കര മേടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മഴയായിരുന്നു, വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടോ അവിടെയെല്ലാം. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പന്നീനെ കണ്ടിട്ടാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. കോക്കായാണ്, അത് കടിച്ചു പറിക്കുമെന്നാണ് പറയുന്നത്. അത് തെർമോക്കാണ്, അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. അതെ, അപ്പൂസുണ്ടാകട്ടെ. അപ്പൂസിന് ഭയങ്കര നാണമാണ്. ഈ പൊക്കവും മണ്ണും വലിപ്പമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വീഡിയോയിലൊക്കെ വരുമ്പോൾ അവന് ഭയങ്കര നാണമാണ് കേട്ടോ. എൻ്റെ ആളും ഭയങ്കര സന്തോഷമായിപ്പോയി. പാലാപ്പള്ളി പെരുന്നാൾ, ഞാനാണെങ്കിൽ ഈ പാലാപ്പള്ളി പെരുന്നാൾ പറഞ്ഞാൽ പൃഥ്വിരാജ് ഒരു പടത്തിൽ മാത്രമാണ് കേട്ടോ കണ്ടേക്കുന്നത്. അതിനകത്തൊരു പാട്ടുമുണ്ട്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേഴും കുളിരാവാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേഴും കുളിരാവാണേ. ഈ പാട്ടിലാണ് ഞാൻ ഈ പാലാപ്പള്ളി പെരുന്നാളിനെ പറ്റി കേട്ടിരിക്കുന്നത്. എന്നാലും വരാൻ പറ്റിയിട്ടുണ്ട്. വെള്ളമാണ്, ഭയങ്കര ഇടിയും മഴയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഫുള്ള് വെള്ളമായപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ 2 പ്രാവശ്യം തെന്നി അടച്ച് വീണു. പിന്നെ ഞാൻ സാഷ്ടാംഗം പ്രണയിച്ച് വന്ന ആൾക്കാരോട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ പുക പോലെ വരുന്ന സാധനമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അത് പോളിസി വാങ്ങിക്കൊടുത്താണ് കൊച്ചുങ്ങൾക്ക്. അപ്പോഴേ നമ്മുടെ കൊച്ചൻ അവൾക്കാണ് ഭയങ്കര നാണവുമാണ് വീഡിയോയുടെ മുന്നിൽ വരാൻ. ഉണ്ടപ്പൻ ഇതൊന്നുമില്ല, അടിപൊളിയായിട്ട് നടക്കുന്നു. അപ്പോഴത്തേത് കണ്ടോ, ഒരു പാവം കുഞ്ഞുപാവ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് മിഠായി തിന്നുന്ന കളിയാണ്. ഇതവൻ കണ്ടില്ല. ഞാൻ വന്ന് ഷൂട്ടെടുത്ത്. പിന്നെ ഇതൊക്കെയാണ് ജനങ്ങളിൽ എത്തിക്കട്ടെ. ഞാൻ കളിയാക്കുന്നതന്നെ അവൻ തലയാട്ടമാണ്, യോയോ ഒക്കെ കാണിക്കുകയാണ്. ആൾക്ക് ഇത്ര വലിപ്പം ഉണ്ടെന്നുള്ളൂ, കുഞ്ഞു പിള്ളേരുടെ മൈൻഡാണ്. ചേട്ടാടെ തിപ്പൊക്കെ നോക്കിക്കേ, പാവപ്പെട്ട മനുഷ്യന്മാർ. ചേട്ടാക്ക് അതിനകത്ത് പിള്ളിക്ക് തിന്നണമെന്നുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പോവില്ല, ഞാൻ ഇനിയും തിന്നൊന്നും പറയണം. അവൻ എടുത്ത് തിന്നുന്നത് തീറ്റയെ കണ്ടോ, ക്യാമറ പിടിച്ചാൽ കണ്ടോ അങ്ങനെയൊക്കെ തിന്നണത്. അല്ലെങ്കിൽ അവൻ വാരി വലിച്ച് തിന്നുന്നവനാ. ഏതാണ്ട് വാശി തീർക്കുമ്പോൾ അവൾ തിന്നുന്നത്. നമ്മുടെ കൊച്ചു ഡാൻസ് കളി തുടങ്ങി. എൻ്റെ ദൈവമേ, എന്തൊരു ഡാൻസായിരുന്നു അറിയാമോ. അവനെ അങ്ങനെ കൊണ്ടു നടക്കാനോ സ്നേഹിക്കാനോ കളിപ്പിക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരു കൊച്ചാണ് കേട്ടോ അവൻ. എന്നെ കണ്ടപ്പോഴത്തേക്കും അവളാണേലും കൊച്ചാണേലും ഭയങ്കര സന്തോഷമായിരുന്നു. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനും എടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീടുള്ള വീഡിയോകളിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അവരെ എപ്പോഴും. കാരണം ഞാൻ എൻ്റെ സബ്സ്ക്രൈബറായിരുന്നു, എന്നെ വിളിച്ച് സംസാരിച്ചു. സത്യം പറഞ്ഞ സംസാരിച്ച സമയത്താണ് ഞാൻ അവിടെ ജീവിത കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആ കുഞ്ഞും അവളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പോളിസിയുടെ ഭർത്താവാണ്, അനീഷ് എന്നാണ് പേര്. പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര കോമഡി ആയതുകൊണ്ട് അധികം സംസാരിക്കത്തില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ മഴയിൽ മനോരമ ഒരു ശരിയിലാണെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പോളിസിയുടെ ഹസ്ബൻഡാണിത്. പുള്ളിക്കാരൻ അധികം സംസാരിക്കുന്നത് കൂടുതലാണ്. അതിനും കൂടെ പോളിസി സംസാരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആള്.
കുറേ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ, ഞാൻ പറഞ്ഞൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നിനും പരിചയപ്പെട്ടത് നമ്മുടെ പോൾസിയാണിത്. പോൾസി അനീഷ് പാലായിലുള്ളതാണ്. അവർക്കുള്ള സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യത്തെ മഴവിൽ മനോരമ പ്രോഗ്രാമിൽ വന്നത് അന്ന് എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും പിന്നീടൊരു നല്ലൊരു ഫ്രണ്ടാണ്. എന്തുണ്ടായാലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പുള്ളിയുടെ അടുത്ത്. പുള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ വാചാലമായി പോകും. കാരണം ഒത്തിരി ഉണ്ട് കേട്ടോ പുള്ളിയെപ്പറ്റി പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. ഇവരാണ് എന്നെ പാലാപ്പള്ളിയിൽ പെരുന്നാൾ കാണാൻ വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ ഓരോ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കാലിട്ട് ചവിട്ടുകയോ എക്സ്പ്രഷൻ ഇടുകയോ ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഈ പാട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് 2 പ്രാവശ്യം വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി, കോപ്പിറൈറ്റ് അടിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇവർ പറയുന്നൊന്നും കാണിക്കാൻ പറ്റാതായിപ്പോയത്. ഈ ആളെ സത്യം പറഞ്ഞാൽ നല്ലൊരു മനസ്സെന്ന് പറഞ്ഞാൽ നല്ലൊരു മനസ്സിനോട് ഒത്തിരി കാരണങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ മതി നിർത്തും എന്നോട് പറയുന്നതാണ് കാണുന്നത്. പിന്നെ ഇതേ പോളിസിയിലെ 2 കുഞ്ഞുങ്ങളാണ് ഇവർ. ഇളയവരാണ്. 4 മക്കളാണ് കേട്ടോ. ഇതിൽ മൂന്നാം നമ്പറും 4ാം നമ്പറുമാണ് ഇരിക്കുന്നത്. പോളിസി തന്നെ പറയുന്ന ഇതാണത്. പോളിസി പറയും ഓരോ പിള്ളേരെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും 1ാം നമ്പർ 2ാം നമ്പർ എന്നൊക്കെ പറയുന്നത് ഇവനാണ് ഒരു സമാധാനമില്ല. ഇവൻ സ്റ്റാറാണ് കേട്ടോ. ഇവന് വലിയ പുള്ളിയാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിസിയുടെ 2 മക്കൾ. ഐഷു നാണം കൊണ്ട് തിരിഞ്ഞു പോവുകയാണ്. ഇവള് മലയാളിയല്ല കേട്ടോ, ഇവള് ചെന്നൈക്കാരിയാണ് കേട്ടോ. ഇവിടെയാണ് വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെയാണ് ആള്. പക്ഷെ ഞങ്ങൾ ഭയങ്കര നല്ലൊരു പേഴ്സണാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്യാരക്ടറാണ്. പോളിസിയുടെ വീട്ടിലാണ് അവളിപ്പോൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ തന്നെ അവളെ പേഴ്സണലി പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഇത് പോളിസിയുടെ 3ാമത്തെ നമ്പർ കുട്ടിയാണ് ഈ കാണുന്നത്. ഇവൾ നല്ല മിടുക്കിയാണ്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ അവളെപ്പറ്റി പറയുകയാണ്. ഇവളങ്ങനെയാണ്, സുന്ദരിയാണ്, മിടുക്കിയാണ്. വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ എന്നോട് പറയാൻ കേട്ടോ, ആൻറ്റിയുടെ കഷ്ടപ്പാടൊക്കെ മാറും, നല്ല വീടൊക്കെ വരും, ഞങ്ങളെ പെരവാസിൽ വിളിക്കണം, ഞങ്ങൾ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആൻറ്റീനെ ഞങ്ങൾക്ക് കട്ട ഫാനാണ്. അതൊക്കെ ഞാൻ പറയാം. അവളെന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അവളെ സമ്മതിക്കുന്നതാണ് ഇങ്ങനെ എന്ന് വെച്ച് കാണിക്കുന്നത്. നല്ല കുഞ്ഞാണ് കേട്ടോ, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പുറകിൽ നിന്ന് മാറ്റില്ല, ഭയങ്കര ഇതാണ്. ഞാൻ അവളെപ്പറ്റി ഓരോ കാര്യങ്ങളും നല്ല പറയുമ്പോൾ അവളെല്ലാം സമ്മതിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേനുണ്ട്, ഞാൻ ഇല്ലാതെ ഇവിടെ അങ്ങനെ വീഡിയോ എടുത്താൽ നിങ്ങൾ ശരിയായി കളയും ആൻറ്റീനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവളെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നാണ് ഈ വീഡിയോ എത്തിച്ചത്. അങ്ങനെ ഐഷുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ പാവം കൊച്ചാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കാരണം അതൊക്കെ ഇങ്ങനെയുള്ളവർ വേണം നമ്മൾ കാണിക്കേണ്ടത്. ഇത് പോളിസിയുടെ മൂത്ത ആളാണ്. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും വിളിക്കുമ്പോഴാണെങ്കിലും ഇവൾ മുഖം കാണിക്കൂല, ഭയങ്കര ബലപ്പെടുത്തമാണ്. ഫോണിൽ കൂടെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ നിന്നെ ഞാൻ മുഖം കാണിച്ചിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ പിടിച്ചു വെച്ച് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആൾ നല്ല പക്വതയുള്ളൊരു പേഴ്സണാണ്. കുഞ്ഞാണെന്ന് നമുക്ക് തോന്നത്തില്ല. ആൾ മിടുക്കിയാണ്. പോളിസി ഞാൻ പിടിച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ട്രാപ്പ് ഡാൻസ് കളി. സാധാരണ ഗാനമേളയ്ക്കൊക്കെ പോകാൻ പോലീസുകാർ ഇടയ്ക്ക് കയറുന്ന ഡാൻസ് കളിച്ച് അറസ്റ്റ് ചെയ്ത് ഇവർ പോലീസുകാരൻ വിളിച്ചുകൊണ്ടാണ് പോയി കിടന്ന് ഡാൻസ് കളിക്കുന്നത്. പോലീസുകാർ 2 പ്രാവശ്യം നോക്കി, അതും പോരാട്ട് അവർ നിന്നുകൊണ്ട് സൈഡിൽ പോയി ഷൂവും വെച്ചവൻ. പക്ഷേ അവർക്കൊന്നും വന്നു പോയി. നല്ല കുഞ്ഞാണ് കേട്ടോ, നല്ല കലാവാസനയുടെ കുഞ്ഞാണ്. എന്തായാലും ഭയങ്കര ഐശ്വര്യം മോനാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. കാരണം അത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റി ജീവിതം പോയി കഴിയുമ്പോഴത്തേക്കും അത് അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ തുണ്ടപ്പൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് തൊഴുത് കൈകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ആ ഇരിപ്പ് കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോൾ ഫുള്ള് സ്റ്റാച്ചു ആയിപ്പോയി. ഭയങ്കര കോമഡിയാണ്. ഇരിപ്പൊക്കെ കണ്ട, ആ കുഞ്ഞിക്കിളിയൊക്കെ കണ്ട, എന്നാണേലും അടിപൊളിയായിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെയുള്ള പിള്ളേരെ നമ്മളിപ്പോൾ ചെറു പ്രായത്തിലൊക്കെ അച്ഛനും അമ്മയും ധിക്കരിച്ചൊക്കെ പോന്നു കഴിയുമ്പോൾ പിന്നീട് അനുഭവം എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അനുഭവിക്കുന്ന ഒരു കൊച്ചാണിത്. നല്ല വിദ്യാഭ്യാസമുള്ള മോളാണ് കേട്ടോ അവൾ, ഐഷു. എന്താണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. അവളെ ഫോൺ വഴി മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾ ഓരോ ജീവിത കാര്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് പറയുന്നതെല്ലാം. എന്താണേലും അവൾക്കായിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും, എല്ലാവരോട്ടും ഞാൻ എത്തിക്കുന്നതായിരിക്കും. നല്ലൊരു മെസ്സേജും കൂടി ഞാൻ തരുന്നതായിരിക്കും. കാരണം അത് നല്ലൊരു മെസ്സേജ് അവിടെ
ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞത് ഇപ്പോൾ മലയാളമൊക്കെ അറിയാം കേട്ടോ. ഓരോ ഇങ്ങനെ നല്ലൊരു മെസ്സേജാണ് നമ്മുടെ ജീവിതം. ഓരോ ഇപ്പം നമ്മളെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് സുണ്ടപ്പള്ളി ചിരിയൊക്കെ നോക്കിക്കേ. സുണ്ടപ്പള്ളിയാണ് വലിയ പുള്ളിയായിട്ടാണ് അവരുടെ പാട്ട് കയറുമ്പോൾ കൈയടിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഓരോ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മേനും ധിക്കരിച്ച് ഓരോ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഇറങ്ങി പോന്നു കഴിയുമ്പോൾ പിന്നീട് അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷേ എന്നെക്കൊണ്ട് പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൂടെ ഉണ്ട് മോൾ പോകുന്നത്. എന്താണേലും അവിടെ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പോഴാണത് എൻ്റെ കുറച്ച് ഫാൻസുകാരിങ്ങ് വന്നു. എന്തായാലും ഒത്തിരി എനിക്ക് ഒരു കാര്യം പാലായി ചെന്ന് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായ കാര്യം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം കുറേ അമ്മമാരും ചേച്ചിമാരും പെങ്ങന്മാരുമാണ്. എന്നെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ കേട്ടോ എല്ലാവരും ഓടി വന്ന് എന്നെ സ്നേഹിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായിപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ. പിന്നെ അവിടെ ഉള്ള റൈഡുകളാണ് ഈ കാണുന്നതല്ല, നമ്മളില്ലാത്ത ഒന്നിനും കയറിയില്ല കേട്ടോ. അന്നത്തെ കാര്യം പെരുമഴയായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഒന്നും ഒരു മൂടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കുറേ ഫാൻസുകാർ പിന്നെയും വന്നു, കുറേ ആൾക്കാരെ കേട്ടോ. അവരൊക്കെ എന്നെ മോളേന്ന് വിളിച്ചിട്ട് സ്വന്തം ആളെ പോലെയാണ് കാണുന്നത് കേട്ടോ. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അതിലൊക്കെ ഒത്തിരി അത് എന്താ പറയുക, ഒരു അഭിമാനമുണ്ട് ഇതിലൊക്കെ. അതേ ജയൻറ്റീവിലിരിക്കുന്നു. ഇത് കണ്ട് ഞാൻ ചേട്ടായുടെ കാര്യം പറഞ്ഞ് ചിരിച്ച് പണ്ടാരടങ്ങിപ്പോയി കേട്ടോ. ജയൻറ്റീവിൽ കാണുമ്പോൾ നമ്മുടെ രേഷട്ടെ അതിക്കിടത്ത് കാറിയ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജയൻറ്റീവിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം തന്നെ ഷൂട്ട് ചെയ്തു ജയൻറ്റീവിൽ. അങ്ങനെ പാലപ്പള്ളി പെരുന്നാൾ അങ്ങനെ കൂടി ഭയങ്കര സന്തോഷമായിപ്പോയി എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് അവിടുത്തെ ഹെൽമറ്റ് വെച്ചിരുന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം അവൻ നല്ല ബുദ്ധിപരമായ ഒരുത്തനാണ്. കാരണം അവനറിയാം താഴെ പോയാൽ തല ചിതറിപ്പോരെന്ന്. എൻ്റെ ദൈവം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുണ്ടപ്പം പറഞ്ഞു, അമ്മച്ചി എനിക്ക് കാരി കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ 2 പേരെ കൂടി കാറെ കയറ്റി കറക്കി. ഇത് കണ്ടോ ഇരിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞവൻ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കണ്ടോ, അവൻ്റെ തല സംരക്ഷിക്കുന്ന കണ്ട് കാണുന്നത്. അങ്ങനത്തെ നമ്മുടെ അമേരിക്കയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കുരിശും തൊട്ടി ഇതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല, കുരിശും തൊട്ടി. എന്തായാലും എനിക്കിതൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പാലാപ്പള്ളി പെരുന്നാൾ പൊളിച്ച് തകർത്ത് കേട്ടോ. ഇതെനിക്ക് അവിടെ നിന്ന് കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ പാട്ട് വന്നേക്കുന്നുണ്ട്. കോപ്പി മൊത്തം പാട്ടാണ്. ഒന്ന് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്തു. പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചപ്പോൾ എനിക്കത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. എന്താണെങ്കിലും ഒത്തിരി സന്തോഷം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക.